മുളയിലുണ്ടാക്കിയാലോ മീൻ വെള്ളം പോലൊരു കറിയാണ് അല്ലേ. ചില ആൾക്കാർ ഇത് ഭയങ്കര കട്ടിയിൽ ഇങ്ങനെ ഒക്കെ വെക്കുന്നതാണ്. പക്ഷേ ഞാനേതായാലും ഇന്ന് വളരെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പുളിപ്പൊക്കെ ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചോറിൻ്റെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഒരു പച്ചക്കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് അപ്പോൾ അതിങ്ങനെ കുറച്ച് വാടി വരുന്ന സമയത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് എണ്ണയോ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാ ഇതന്നെ നന്നായിട്ട് ഇതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ. തക്കാളിയുള്ള ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതാ തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇനിയിപ്പോൾ കുറച്ചൊന്ന് മൂടി വെച്ച് ഒരു മീഡിയമിലോ ലോയിലോ ഒക്കെ ഇടുകയാണെങ്കിൽ, വളരെ തീയൊക്കെ കുറച്ച് വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് വാടി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇത് ഞാൻ മൂടിയൊന്നും വെച്ചിട്ട് അപ്പം തന്നെ ഇതിലെ വെള്ളം കണ്ടോ, ഇതിൽ തീരെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ അതാ ഇങ്ങനെ നന്നായിട്ട് ഇതിങ്ങനെ ആയി വരുന്നുണ്ട് കുറച്ച് സമയം. അതിനുശേഷം ഞാൻ വന്നൊന്ന് ഇളക്കി കൊടുത്ത്. അപ്പോൾ അധികം തീ കൂട്ടി വെച്ച് നിങ്ങൾ എവിടെയും പോകാൻ പാടില്ല, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഇതിങ്ങനെ നന്നായി ആയി വന്നതിന് ശേഷം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആദ്യം ഇട്ടതാണല്ലോ, അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതാ ഇനി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണം വേണ്ടവരങ്ങനെ അങ്ങാക്കിയാൽ മതി. ഇവിടെ ആണെങ്കിൽ ആരും കൂട്ടൂല കേട്ടോ, ഇതിലിങ്ങനെ ബാക്കിയാക്കി വെക്കും. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലിങ്ങനെ അലിഞ്ഞു പോയാൽ പിന്നെ ആർക്കും എടുത്ത് മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതാ ഞാനിങ്ങനെ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതൊന്നിങ്ങനെ നന്നായിട്ടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒക്കെ കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ നല്ല പുളിപ്പുള്ള നല്ല ടേസ്റ്റുള്ള കറിയാണ്. ശരിക്കും ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ പാടായിട്ടെടുത്ത് കുടിക്കാം, അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ഞങ്ങൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കാൻ പാടില്ല, ഇതിങ്ങനെ പൊട്ടിപ്പോകും മീനൊക്കെ വേഗം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടങ്ങ് തിളച്ചങ്ങ് വന്നോളൂ. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് വേറെ എന്തോ പണിയിൽ പോയതാണ്, അപ്പോൾ അതങ്ങനെ ആയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം നല്ലോണം തിളച്ച് ഇതിലേക്കൊന്നൊക്കെ ഒരു ഭാഗം വെന്തെന്ന് തോന്നി. അപ്പോൾ ഞാൻ വേഗം വന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് വേറെ എന്തോ തിരക്കിലായിപ്പോയി ആ സമയം, അതാണ്ടോ കുറേ സമയം ഇങ്ങനെ ക്യാമറ ഓണിൽ കണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് അത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ മുകളിലിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതൊന്ന് പാനോടൊന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ മെയിനായിട്ടൊരു സാധനം ഇടാൻ മറന്നുപോയി, അതാണ് നമ്മുടെ കറിക്കൊക്കെ പ്രത്യേകമായിട്ട് ടേസ്റ്റ് കൂട്ടുന്നത് പറഞ്ഞത്, കുറച്ച് കറിവേപ്പില. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കിട്ട് ഒന്നായതിനു ശേഷം നമുക്കൊന്ന് എടുക്കട്ടോ. അപ്പോൾ നമ്മുടെ നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.